കാസർഗോഡ് മഞ്ചേശ്വരം തുമിനാട്ടിൽ 18 വയസ്സുകാരിക്ക് പിന്നാലെ കുത്തേറ്റ ബന്ധുവും മരിച്ചു. സ്വത്ത് തർക്കത്തിനിടെ ഉണ്ടായ ബഹളത്തിനിടെയാണ് മഞ്ചേശ്വരം സ്വദേശി ഷെയ്ഖ് അബ്ബയ്ക്ക് കുത്തേറ്റത്. ഇന്നലെയാണ് പ്രതി ഉമ്മർ മകൾ ജുമൈലയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉമ്മറിനെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. കേവലം കുറച്ച് പണത്തിനും സ്വത്തിനും വേണ്ടി മാത്രമായാണ് ഇന്നലെ തുമിനാട്ടിൽ 2 പേർക്ക് അതിക്രൂരമായി ജീവൻ നഷ്ടപ്പെടുന്നത്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്നത് സ്വന്തം മകളുടെ കഴുത്തറത്ത് പിതാവ് കൊലപ്പെടുത്തി എന്നത് തന്നെയാണ്. രണ്ടാമതായി ജീവൻ നഷ്ടപ്പെട്ടത് അവരുടെ ബന്ധുവിനാണ്. അദ്ദേഹം ഇന്ന് രാവിലെയാണ്, ഷെയ്ഖ് അബ്ബ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് രാവിലെയാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത്. ഇപ്പോൾ 2 പേരുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും കബറടക്കത്തിലേക്കൊക്കെ തന്നെ കടക്കുക. ജുമൈലയുടെ മൃതദേഹം കൊഞ്ചത്തൂരിലെ ജുമാ മസ്ജിദ് പള്ളിയിലും അതോടൊപ്പം തന്നെ ഷെയ്ഖ് അബ്ബയുടെ മൃതദേഹം ബങ്കരയിലെ ജുമാ മസ്ജിദ് പള്ളിയിലുമായിരിക്കും കബറടക്കുക. 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നതിനാണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്. ഒരു നോക്ക് അവരെ ഇരുവരെയും കാണാനായി വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയം മുൻപാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മടങ്ങിയത്. ഇന്നലെ രാത്രി കൊലപാതകം നടന്നതിന് ശേഷം വീടും പരിസരവും പൂർണ്ണമായി പോലീസ് സീൽ ചെയ്തിരിക്കുകയായിരുന്നു. വലിയ തോതിലുള്ള പോലീസ് ബന്ദോബസ്ത് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഫോറൻസിക് സംഘം എത്തി അവർക്ക് വേണ്ട രേഖകളെല്ലാം തന്നെ അവിടെ നിന്ന് ശേഖരിച്ചു. പോലീസിനെ സംബന്ധിച്ച് പ്രതിയെ പിടികൂടുന്നതിൽ വലിയ പ്രതിസന്ധികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഉമറിനെ അവിടെ നിന്ന് നാട്ടുകാർ തന്നെ കീഴ്പ്പെടുത്തി. പോലീസ് പിന്നീട് അവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് ഏറെ നേരം വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇയാൾ അതിക്രൂരമായുള്ള കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യങ്ങളടക്കം പുറത്തു വരുന്നത്. ഇയാളുടെ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ലഹരിമരുന്ന് ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ കൃത്യമായ ഒരു വ്യക്തത വരണമെങ്കിൽ ഇനി ആ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കൂടി വരേണ്ടതായുണ്ട്. ഇന്നെന്തായാലും കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഈ ഉമറിനെ കുറിച്ച് നാട്ടുകാർക്കാർക്കും തന്നെ കാര്യമായ പരാതികളില്ലെങ്കിലും ഇയാളുടെ പേരിൽ കേരള, കർണാടക സംസ്ഥാനങ്ങളിലെ വിവിധ സ്റ്റേഷനുകളിലായി വ്യാജ പാസ്പോർട്ട് കേസടക്കം നിരവധി കേസുകളുണ്ട് എന്നും പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.